ഇത് റീച്ചിന് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. താല്പര്യമുള്ള മാത്രം കണ്ടാൽ മതി. ആദ്യം നമുക്കൊരു ഓഡിയോയും പിന്നീട് ഇന്നലെ മുതൽ ഞാൻ ചേട്ടടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് നമുക്ക് COS കൺഫേം ആണ്. അപ്പോൾ അത് പൈസ എടുത്ത് വെക്കേണ്ടത് ചേട്ടൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്നിട്ട് ഞാൻ ചേട്ടടുത്ത് രാവിലെ മുതൽ പറഞ്ഞു അപ്പോയിൻമെൻറ്റ് എപ്പോൾ വേണേലും കിട്ടും. ഇപ്പം ആ പയ്യൻ പറഞ്ഞു ഒരു റൂമിലേക്ക് COS റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാൻഡിഡേറ്റ്സിന് 5 lakhs കൂടി വെച്ച് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ടോട്ടൽ ഒരു കാൻഡിഡേറ്റ്സിന് 15-16 ലക്ഷമാണ് ഇവർ പറഞ്ഞേക്കുന്നത്. എനിക്കത് ഓഡിയോ നീരജയുടെ അല്ലെന്ന് നീരജ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും വീഡിയോ സ്വയം പറയുന്നുണ്ടല്ലോ, അതിൽ കൃത്യമായിട്ട് അറിയാം ഇവിടെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് സത്യം. ഇവിടെ നീരജയ്ക്ക് സത്യം പറഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ല. കാരണം 3 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരാൾ ഈ ലോകത്തിന്റെ എവിടെ പോയാലും കൊളാബ് ചെയ്ത് ജീവിക്കും. മാത്രമല്ല അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് യൂറോപ്പിലുള്ള വേറൊരു കൺട്രിയിൽ പോയിട്ട് $60,000 അല്ലെങ്കിൽ $100,000 കൊടുത്ത് ഒരു PR വാങ്ങിക്കാൻ പറ്റും. അതുപോലെ അല്ല അദ്ദേഹം ജോലി ചെയ്യുന്ന കെയർ ഹോമിലെ മറ്റുള്ളവരുടെ കാര്യം. ഈ ഇഷ്യൂ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മാനേജർ അതിന്റെ റെക്കോർഡ് സൂക്ഷിച്ചില്ല എങ്കിൽ ഇൻസ്പെക്ഷൻ വരുമ്പോൾ കെയർ ഹോമിന് അത് ബ്ലാക്ക് മാർക്കാണ്. ചിലപ്പോൾ കെയർ ഹോമിന് സ്പോൺസർഷിപ്പ് ലൈസൻസ് പോകും. അപ്പം അവിടെ ജോലി ചെയ്യുന്ന മറ്റ് സാധാരണക്കാരായിട്ടുള്ള ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സ് മലയാളികൾ ഉണ്ടാവും. അവരുടെയൊക്കെ ജോലി പോയി കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പുതിയൊരു ജോലി പോലും കിട്ടിയെന്ന് വരില്ല. അവർക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും. അതൊരു വലിയൊരു ഇഷ്യൂ ആണ്.